പെരുവനം കുട്ടന്മാരാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. നിഖിൽ പ്രമേഷിനൊപ്പമാണ് അദ്ദേഹമുള്ള. നിഖിൽ, പെരുവനത്തിന് നമ്മുടെ ഒരു ആശംസ നേരുക. കാരണം നമ്മൾ ഈ കോവിഡ് കാലത്ത് മേളം കൊട്ടി കയറാൻ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ വന്ന ആളാണ് നമ്മുടെ TTS ഉപയോഗിച്ച്. അപ്പോൾ അദ്ദേഹത്തിന് ആശംസ നേരൂ. അതെ, തീർച്ചയായിട്ടും എസ്കേൻ അങ്ങേക്ക് ഒരു ആശംസ നേരെയാണ്. കാരണം നമ്മളൊരു കോവിഡ് കാലത്ത് ഒരു TTS പൂരത്തിൽ അങ്ങ് വന്നിരുന്നു, ടെലി ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം വഴി അങ്ങ് വന്നിരുന്നു. അന്ന് ലോകത്തെമ്പാടുള്ള ആളുകൾ അത് കാണുകയും ഒരുപക്ഷെ ടെലിവിഷൻ ചരിത്രത്തിൽ, ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ അതൊരു ആദ്യത്തെ സംഭവമായിരുന്നു. അല്ല, അങ്ങ് ഓർക്കുന്നില്ലേ? കൃത്യമായിട്ടും എനിക്കൊരു ഒരു ആദ്യത്തെ പാടായിരുന്നു. എന്റെ ഗുരുവായിട്ട് മാറി നിങ്ങള്. കാരണം എന്താണെങ്കിൽ ഇങ്ങനെ വെർച്വൽ പൂരം നടത്താമെന്നും ചെത്തിക്കോട്ടുകാവ് രാമേന്ദ്രൻ പേരാമംഗലത്തും ഞാൻ പെരുവനം നടപടിയിൽ നിന്ന് നിങ്ങൾ സ്റ്റുഡിയോയിൽ കൂടെ ആ പൂരം സംയോജിപ്പിച്ച് ലോക ജനതയ്ക്ക് തൃശ്ശൂർ പൂരത്തിന്റെ മെമ്മറി നിലനിർത്തിക്കൊണ്ട്, അതിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് പൂരം കാണാൻ ആ കോവിഡ് കാലത്ത് സാധിച്ചത്. അതിൽ പങ്കെടുക്കാൻ കഴിയുന്നത് എനിക്ക് പൂരം മുടങ്ങാതെ 24 കൊല്ലം മേളപ്രമാണിയായ ചരിത്രത്തില് ഒരു കുറവുള്ള പൂരമായിരുന്നു അത്. അന്നും ഞാൻ പാർമേക്കാവിൽ വന്ന് ഭഗവതിയുടെ ചടങ്ങുകൾക്ക് മേളത്തിന് നാമമാത്രമായ മേളത്തിൽ പങ്കെടുത്തു. എനിക്ക് ബ്രേക്കില്ല. പക്ഷെ വിപുലമായ പൂരത്തിൽ അതൊരു ബ്രേക്കാണ്. ആ ബ്രേക്ക് തീർത്തത് 24-ലെ വെർച്വൽ പൂരമാണ്. ആ വെർച്വൽ പൂരം TTS ടെലി ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം TTSയിലൂടെ അങ്ങനെ പൂരം ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ എനിക്കും അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ആളുകളുടെ ഒരു പ്രയാസം, ഞങ്ങൾക്ക് പൂരം കാണാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ആ പ്രയാസം തീർക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് വിജയത്തിലെത്തിയെന്ന് പറയാം അല്ലെ? ഇപ്പോഴും നമ്മളോട് ഒരുപാട് ആളുകൾ അതിന്റെ ഫീഡ്ബാക്സ് അറിയിക്കാറുണ്ട്. ഇപ്പോ ഈ സിസ്റ്റം അനുസരിച്ച് TTS അനുസരിച്ച് ഒരു വിഭാഗം ചെണ്ടക്കാരെ ഒരു ഭാഗത്തും, കുഴൽക്കാരെ ഒരു ഭാഗത്തും, കൊമ്പുകാരെ ഒരു ഭാഗത്തും, വേലത്താളക്കാരെ മറുഭാഗത്തും നിർത്തി ഇവരെ പ്രത്യേകം അവരുടെ പ്രകടനങ്ങളെ സംയോജിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. പിന്നെ 46 വർഷം ഇവിടെ എന്താ പറയാ, മേളം ഇങ്ങനെ തിമിർത്ത് കൊട്ടിയ ഒരാളാണ് അങ്ങയെ സംബന്ധിച്ചിടത്തോളം പൂര ദിവസം വീട്ടിലിരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതിൽ തന്നെ 24 വർഷം മേള പ്രമാണി. അപ്പൊ ഇന്നിപ്പോ ഇവിടെ നിന്ന് ഈ മേളം കേൾക്കുമ്പോ അങ്ങേക്ക് എന്താണ് അനുഭവപ്പെട്ടത്? മേളം എന്റെ ഹൃദയത്തിലാണ്. മേളമാണ് എന്റെ ജീവിതം. പൂരമാണ് എന്റെ ജീവിതം. തൃശ്ശൂർ പൂരവും പെരുവനം പൂരവും ആറാട്ടുപുഴ പൂരവും അതുപോലത്തെ ഉത്സവങ്ങളാണ് എന്റെ മേൽവിലാസം. അപ്പൊ എന്റെ ഹൃദയത്തിൽ എപ്പോഴും പൂരമുണ്ട്. 46 കൊല്ലം പാർമേക്കാവിന് വേണ്ടി കൊട്ടി അതേ മേളം തന്നെയാണ് ഇപ്പൊ കണിമംഗല ശാസ്താവിന് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മേളം കേൾക്കുമ്പോ ഞാൻ എലിഞ്ഞത്തറയിൽ ഞാനുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ഭാഗമായിട്ട് തൃശ്ശൂരിലുണ്ട്. കൊട്ടുന്നില്ലെങ്കിലും എന്റെ മനസ്സ് അതിന്റെ ഒപ്പം കൊട്ടുന്നുണ്ട്. ഭഗവതിക്ക് ഒരു സമർപ്പണമായി ഞാൻ മനസ്സിൽ കൂടെ മേളം കൊട്ടി ഭഗവതിയുടെ തൃപ്പാദങ്ങളെ സമർപ്പിക്കുകയാണ് പൂര ദിവസം. പൂരം എന്റെ മനസ്സിൽ ഞാൻ കൊട്ടുന്നു, പ്രാർത്ഥനയായി ഭഗവതിക്ക് സമർപ്പിക്കുന്നു. ഇത് 46 കൊല്ലം ഞാൻ ചെണ്ടയുമായി കൊട്ടി. ഇപ്പം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മേളം ഞാനൊരു പുഷ്പാർച്ചനയായിട്ട് പാർമേക്കാവ് ഭഗവതിക്ക് സമർപ്പിക്കും. വേണം അങ്ങ് എല്ലാ പൂരക്കാലത്തും വേണം പൂരപ്രേമികൾക്ക്. അങ്ങില്ലെങ്കിൽ പൂരം നമുക്ക് ഒരു പൂർത്തിയാകാത്ത അനുഭവമാകും. ഇത്തവണത്തെ ആളുകളെ കാണുമ്പോൾ അങ്ങേക്ക് എന്താ തോന്നുന്നത്? വളരെയധികം ആള് കൂടിയിട്ടുണ്ടല്ലേ? ജനത്തിരക്ക് കൂടി വരികയാണ്. പൂരത്തിന്റെ പ്രശസ്തി കൂടാണ്. പണ്ട് തിരുവമ്പാടി പാർമേക്കാവ് വലിയ പൂരങ്ങളും മറ്റ് ഘടക പൂരങ്ങളും ചെറിയ രൂപത്തിലാണ് നടന്നിരുന്നത്. ഇപ്പൊ അതിന്റെയൊക്കെ വലിപ്പം വളരെയധികം കൂടി. ഇപ്പൊ തെച്ചിക്കോട്ടാവ് രാമേന്ദ്രനാണ് ചെമ്പുക്കാവിന് എഴുന്നള്ളിച്ച് വരുന്നത്. അവിടെ ഒരു തെക്കോട്ട ഇറക്കത്തിന്റെ തിരക്കാണ് കിഴക്കേ ഭാഗത്ത്. പടിഞ്ഞാറ് ഭാഗത്ത് കണിമംഗല ശാസ്താവ് 9 ആനയും എലിഞ്ഞിത്തറ മേളത്തിൽ പങ്കെടുക്കുന്നതിൽ പകുതി കലാകാരന്മാർ പങ്കെടുത്തുള്ള പാണ്ഡിമേളം നടക്കുക. ഇവിടെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഇതേ സ്ഥിതി തന്നെയാണ് അപ്പുറത്ത് ലാലൂലും കാരമുക്കും നെയ്തലക്കാവും അയ്യന്തോളും ഒക്കെ വരുമ്പോ ജനങ്ങള് നെഞ്ചേറ്റി എന്ന് പറയുന്നത് അനുഭവത്തിൽ നമുക്ക് കാണാം തൃശ്ശൂര്. അപ്പൊ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സില് വലിയൊരു വികാരമാണ്. ഈ കൊല്ലത്തെ പൂരം കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തെ പൂരത്തിന് തയ്യാറെടുപ്പാണ്. ഇത് വാദ്യക്കാരോ ആനക്കാരോ ആനയോ ഭഗവതിമാരോ ഭഗവാന്മാരോ നമ്മുടെ പെരുമനെ ഓർമ്മിച്ചെടുത്ത ആ കോവിഡ് കാലത്തെ നമ്മുടെ TTSയിലെ അദ്ദേഹവും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ സംയോജിപ്പിച്ച് സ്റ്റുഡിയോയിൽ ഒന്നാക്കി പ്രേക്ഷകരെ കോവിഡ് കാലത്ത് പൂരം കാണിച്ചു കൊടുത്തില്ലേ? പൂരം, അപ്പോൾ TTS പൂരം. അപ്പോൾ അത് അദ്ദേഹത്തിന് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറയാം. ഇപ്പം നമ്മളൊന്ന് പ്ലേ ചെയ്യാത്. ഓക്കെ, അദ്ദേഹം ഒന്ന് കണ്ടോളാൻ പറയുക. പ്ലേ.
ലോകമെമ്പാടും ഇരുന്ന് ഈ തത്സമയം ഇപ്പോൾ അവരൊക്കെ കാണുകയാണ്. ഒരുപക്ഷെ താങ്കളെയും താങ്കളുടെ കൂടെയുള്ളവരെയും കാണുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം വരും. കാര്യം പെരുമനമില്ലാത്തൊരു പൂരം അവർക്ക് ആലോചിക്കാൻ പറ്റില്ല. തെച്ചിക്കാട്ട് രാമചന്ദ്രൻ എൻ്റെ ഇടതുഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ രാമചന്ദ്രൻ്റെ സാന്നിധ്യത്തിൽ ഒരുപക്ഷെ ഇത്രയും തലയെടുപ്പുള്ള ഒരു ആനയുടെ, ഒരു ഗജരാജൻ്റെ സാന്നിധ്യത്തിൽ അങ്ങ് എല്ലാ ഓർമ്മകളുടെ നിറവിൽ ഒരുപക്ഷെ ഇത്രയും കാലം ഇലഞ്ഞിത്തറ മേളം കൊട്ടിക്കേറിയ ഒരു മേളക്കാരൻ എന്നുള്ള എല്ലാ ഓർമ്മകളും അങ്ങ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അങ്ങ് എന്ത് പറയും പ്രേക്ഷകരോട്? COVID-19 പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു ദുഃഖപൂരം സംഘടിപ്പിക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട്. അതേസമയം സമൂഹ നന്മയ്ക്കായി നമ്മൾ ദുഃഖം മറന്നുകൊണ്ട് പൂരം മനസ്സിൽ കണ്ടുകൊണ്ട് 24 പ്ലാറ്റ്ഫോം പോലുള്ള വേദികളിൽ ഡിജിറ്റലായിട്ട് ലോകത്തിന് കഴിയും വിധം പൂരത്തെ, മേളത്തെ, ആനയെ കാണിക്കാൻ പങ്കുചേരുമ്പോൾ മനസ്സിൽ സന്തോഷമുണ്ട്. അങ്ങിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അങ്ങയും കൂട്ടരും ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? പെരുവനത്ത് തന്നെയാണോ? പെരുവനം നടവഴി, ചരിത്രപ്രസിദ്ധമായ പെരുവന ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടവഴി, മേളത്തിൻ്റെ ഈറ്റില്ലമായ പെരുവനം നടവഴി, അവിടെയാണ് പെരുവനം പൂരം നടക്കുന്ന സ്ഥലം. അവിടെയാണ് ഞങ്ങളൊക്കെ കളിച്ച് വളർന്നതും കൊട്ടി വളർന്നതും. ഞങ്ങൾ മേളക്കാരായി വളർന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഞങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ശക്തിയാണ്. പെരുവന മാറാട്ടുപുഴ പൂരങ്ങളുടെ സംസ്കാരത്തിൽ, പൂര സംസ്കാരത്തിൽ ഉണ്ടായ മേള സംസ്കാരത്തിൽ വളർന്നവരാണ് ഞാനും എൻ്റെ കൂടെയുള്ള പെരുവന രാമചന്ദ്രന്റെ സാന്നിധ്യം കൂടി നമ്മൾ സ്റ്റുഡിയോയിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് TTS വഴി നമ്മൾ പെരുവനത്തെ ലോകത്തിന് കാണിച്ചു കൊടുത്ത് തൃശ്ശൂർ ഈ പൂരപ്രേമികൾ ലോകത്തെമ്പാടും ഇരുന്ന് ഈ കോവിഡിനോട് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും പെരുവനം കുട്ടന്മാരാരും മറ്റുള്ള മേള പ്രമാണികളും ഒക്കെ തന്നെ ഒരേ സ്ഥലത്ത് സമ്മേളിച്ച് നമ്മുടെ സ്റ്റുഡിയോയിലെ TT സംവിധാനം ഉപയോഗിച്ച് ലോകത്തെ തന്നെ നമ്മൾ വിസ്മയിപ്പിച്ച സംഭവം നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു. താങ്ക് യു പെരുവനം കുട്ടന്മാരാർ. ഈ സംഭവം കണ്ടപ്പോൾ അങ്ങയുടെ ഓർമ്മകളിൽ ചില ചിറകടി ഞാൻ മനസ്സിലാക്കുന്നു. പറയൂ. എന്തായാലും പെരുമനം അവിടെ നിന്ന് നീങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിഖിൽ പ്രമേഷ്, എന്തായാലും സന്തോഷകരമായ നിമിഷം നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല.